നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിൻ്റെ അടുത്ത മത്സരത്തിൽ ആരായിരിക്കും ഗോൾ കീപ്പർ? അലിസൺ ബക്കർക്ക് പരിക്കേറ്റിട്ട് ഈ സ്ക്വാഡിലില്ല. എഡേഴ്സൺ മോറിസ് സ്ക്വാഡിലുണ്ടായിരുന്നു, പരിക്കേറ്റിപ്പോൾ പുറത്തായി. അപ്പോൾ ഇനി ആരാണ് അടുത്ത ഗോൾ കീപ്പർ എന്ന ചോദ്യമുണ്ട്. ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബെൻഡോ പറയുന്നത് താനായിരിക്കും ഗോൾ കീപ്പർ എന്ന സൂചന ടഫറേൽ നൽകിയിട്ടുണ്ടെന്നാണ്. ബ്രസീലിൻ്റെ ഗോൾ കീപ്പിംഗ് കോച്ച് കൂടിയാണ് ടഫറേൽ. സോ അതാണിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം. ആഞ്ചലോട്ടി എന്ത് തീരുമാനിക്കുമെന്ന് കണ്ടിരുന്നു. പക്ഷേ ആഞ്ചലോട്ടിയുടെ ഇനീഷ്യൽ പ്ലാൻ അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. കോളപ്പിൻ്റെ സമയത്ത് എഡേഴ്സനായിരിക്കും സൗത്ത് കൊറിയയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ഗോളിയാവുക എന്നും ജപ്പാനെതിരെയുള്ള കളിയിൽ ഹ്യൂഗോ സൗസയെ ഇറക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഹ്യൂഗോ സൗസ ബ്രസീലിലെ മികച്ച ഗോൾ കീപ്പർമാരിൽ ഒരാളാണ്. മികച്ച പെനാൽറ്റി സേവറാണ്, പെനാൽറ്റി സ്പെഷ്യലിസ്റ്റാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിലൊക്കെ ബ്രസീലിന് പെനാൽറ്റി സേവ് ചെയ്യാൻ മികച്ചൊരു ഗോൾ കീപ്പർ ഇല്ലാത്തത് തിരിച്ചടിയായി പോയിരുന്നു. ആ പ്രശ്നം ആവർത്തിക്കാതിരിക്കാനാണ് ഹ്യൂഗോ സൗസയെ വളർത്തിയെടുക്കാൻ ഇപ്പോൾ ആഞ്ചലോട്ടി തയ്യാറാവുന്നത്. അപ്പം രണ്ടാമത്തെ കളിയിൽ എന്തായാലും ഹ്യൂഗോ സൗസ വരും. ഇനി ഒന്നാമത്തെ കളിയിലും ഹ്യൂഗോ സൗസ തന്നെ ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. മാത്രമല്ല, വേൾഡ് കപ്പിനുള്ള സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ ഫിറ്റാണെങ്കിൽ ആലിസൺ ഉണ്ടാകും, എഡേഴ്സൺ ഉണ്ടാകും, മൂന്നാമത്തേതാര് ബെൻഡോ ഓർ ഹ്യൂഗോ സൗസ എന്ന ചോദ്യം കൂടി വരുന്നു. സോ ബെൻഡോക്ക് കൃത്യമായ ധാരണയുണ്ട് തനിക്ക് വലിയൊരു കോമ്പറ്റീഷനാണ് ഇപ്പോൾ ഹ്യൂഗോ സൗസയിൽ നിന്ന് നേരിട്ട് കൊണ്ടിരിക്കുന്നത് എന്ന്. പിന്നെ ഇപ്പോൾ നമുക്കറിയാമല്ലോ, അൽ നസറിൽ അത്ര മികച്ച ഫോമിലൊന്നുമല്ല ബെൻഡോ. പലപ്പോഴും കോച്ച് ഓർഗെ ഹീസസ് താരത്തെ കളിപ്പിക്കാറില്ല എന്ന സ്ഥിതി വരെയുണ്ട്. അപ്പോൾ നോക്കേണ്ട ഒരു കാര്യം, ഇനി ബ്രസീൽ ടീമിൽ തൻ്റെ സ്ഥാനം അദ്ദേഹത്തിന് ഉറപ്പിച്ച് നിർത്താൻ പറ്റുമോ എന്നുള്ളതാണ്. സൗദിയിലേക്ക് മാറിപ്പോയിട്ടും സ്ഥിരമായിട്ട് സ്ക്വാഡിലേക്ക് എടുക്കുന്നുണ്ട് ബെൻഡോയെ ബ്രസീലിയൻ കോച്ചുമാർ എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. അതായത് അദ്ദേഹത്തിൻ്റെ മികവിൽ അവർക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ആലിസണും എഡേഴ്സണും മടങ്ങിയെത്തുമ്പോൾ ഇനിയിപ്പോൾ ഹ്യൂഗോ സൗസക്ക് അവസരം കൊടുക്കാനാണ് ആഞ്ചലോട്ടി തീരുമാനിക്കുന്നതെങ്കിൽ എന്താവും ബെൻഡോയുടെ അവസ്ഥ എന്നുകൂടി കണ്ടറിയണം. അപ്പോൾ ഈ 10-ാം തീയതി നടക്കുന്ന സൗത്ത് കൊറിയ വേഴ്സസ് ബ്രസീൽ മത്സരത്തിൽ ബെൻഡോക്ക് അവസരം കിട്ടുകയാണെങ്കിൽ അത് വളരെ ക്രൂഷ്യലായിരിക്കും. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കിട്ടുന്ന അവസരം ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ബെൻഡോ പറഞ്ഞ വാക്കുകളും മറ്റുമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ അക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, അൽ നസറിൻ്റെ ഗോൾ കീപ്പർ ബെൻഡോ ഇപ്പോൾ ഹ്യൂഗോ സൗസയിൽ നിന്ന് വലിയ രൂപത്തിലുള്ള വെല്ലുവിളി നേരിടുന്നുണ്ട്. ആഞ്ചലോട്ടിയുടെ ഇനീഷ്യൽ പ്ലാൻ എഡേഴ്സനെ കൊറിയയ്ക്കെതിരെ സ്റ്റാർട്ട് ചെയ്യിക്കുക, ജപ്പാനെതിരെ സൗസയെ സ്റ്റാർട്ട് ചെയ്യിക്കുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് പരിക്ക് പറ്റിയതോടുകൂടി ഇവിടെ ബെൻഡോ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ബെൻഡോയുടെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഈ വിഷയം ടഫറേലുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐഡിയ വളരെ വ്യക്തമാണ്. യെസ്, ഞാൻ സൗത്ത് കൊറിയയ്ക്കെതിരെ കളിക്കുക എന്നുള്ളതാണ് പ്ലാന്. പക്ഷേ ഒന്നും പൂർണ്ണമായിട്ടും തീരുമാനിച്ചിട്ടില്ല. പക്ഷെ അത്തരത്തിലാണ് ഇപ്പോൾ ഐഡിയ ഉള്ളത്. സോ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റിയാലും ഇല്ലെങ്കിലും ഞാൻ ബ്രസീലിയൻ ദേശീയ ടീമിനെ പറ്റാവുന്ന രൂപത്തിൽ ഞാൻ റെപ്രസെൻ്റ് ചെയ്യും. എനിക്ക് കിട്ടുന്ന അവസരത്തിൽ ഞാൻ ആ ഓപ്പർച്യൂണിറ്റി ഏറ്റവും മികച്ച രൂപത്തിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ ബെൻഡോ പറയുന്നത്. ബെൻഡോയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം നേരത്തെ പലവട്ടമായിട്ട് ബ്രസീലിയൻ ദേശീയ ടീമിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. 26-കാരനായിട്ടുള്ള ഗോൾ കീപ്പർ ഓൾറെഡി ബ്രസീലിന് വേണ്ടി 4 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുമുണ്ട്. അപ്പം പെക്കിംഗ് ഓർഡറിൽ അദ്ദേഹം താഴെയാണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ബെൻഡോക്കുണ്ട്. ബെൻഡോ പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ പൊസിഷൻ എന്താണെന്നുള്ളത്. ആലിസണും എഡേഴ്സണും ദേശീയ ടീമിൽ നീണ്ട കാലമായിട്ട് കൂടെയുണ്ട്. ലോങ്ങിവിറ്റി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രൈറ്റീരിയ തന്നെയാണ്. ഒരാൾ ലോങ് ടൈമിലേക്ക് സ്ക്വാഡിലുണ്ട് എങ്കിൽ അത് അയാളുടെ മെറിറ്റാണ് കാണിക്കുന്നത്. സോ ഓരോ ദിവസത്തെയും നമ്മുടെ ട്രെയിനിങ്ങിലെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും, കോച്ച് നമ്മൾ എങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നു, ഇതൊക്കെ അനുസരിച്ചാണ് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ ഈ സീരിയസ് ഇഞ്ചുറി ഇല്ലാതിരിക്കുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എനിക്ക് ഇപ്പോഴുള്ള രൂപത്തിൽ ഏറ്റവും ഡെഡിക്കേറ്റഡ് ആയിട്ട് മുന്നോട്ട് പോകലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുകൂടി ഞാൻ തിരിച്ചറിയുന്നു എന്ന് അദ്ദേഹം പറയുന്നത്. എന്തായാലും ബ്രസീൽ ടീമിലെ കോച്ചുമാർ അദ്ദേഹത്തെ ഫസ്റ്റ് ടീമിലേക്ക് എടുത്തതിന് ശേഷം സ്ഥിരമായിട്ട് കോളപ്പുകൾ ഉൾപ്പെടുത്തുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ്. 2023 നവംബറിൽ ഫെർണാണ്ടോ ഡിനിസാണ് ആദ്യമായിട്ട് ബെൻഡോയെ സ്ക്വാഡിൽ ഉൾപ്പെടുത്തുന്നത്. പിന്നീട് അങ്ങോട്ടുള്ള ബ്രസീലിൻ്റെ എല്ലാ കോളപ്പുകളിലും അദ്ദേഹം ഉൾപ്പെട്ടിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഏറ്റവും ബുദ്ധിമുട്ടേറിയൊരു സമയമാണ് അൽ നസറിലെ കരിയറിൽ. എന്നിട്ട് പോലും ബ്രസീൽ മാനേജർ ആഞ്ചലോട്ടി അദ്ദേഹത്തിൽ വിശ്വാസം അർപ്പിച്ചതു എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് ബ്രസീൽ ടീമിൻ്റെ വേൾഡ് കപ്പ് സ്ക്വാഡ് വരുമ്പോൾ ആരായിരിക്കും ഉണ്ടാവുക? ബെൻഡോ ഓർ ഹ്യൂഗോ സൗസ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എടുത്താം.